അപ്പം ഓണം എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട, മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു 5 ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിനകത്തെ ആദ്യത്തെ 4 എണ്ണവും ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ 4 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഫസ്റ്റ് ചാപ്റ്ററിനകത്തെ ഡിഫറൻഷിയേറ്റ് ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനകത്തുള്ളൊരു പാർട്ടാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബ്രേക്കും കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്? എന്താണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സ്വിച്ചിൻ്റെ കൂടെയും ലൂപ്പിൻ്റെ കൂടെയും യൂസ് ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലൂപ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ആ പ്രോഗ്രാം കൺട്രോൾ കംപ്ലീറ്റ്ലി ലൂപ്പിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേസമയം കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടീഷൻ എപ്പോഴാണോ ട്രൂ ആവുന്നത്, അല്ലെങ്കിൽ ആ മെൻഷൻ ചെയ്തിരിക്കുന്ന പോർഷനെ മാത്രം സ്കിപ്പ് ചെയ്ത് ലൂപ്പിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇതാണ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 4th ചാപ്റ്റർ ആയിട്ടുള്ള വെബ് ടെക്നോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിങ്ക്വിഷ് കണ്ടെയ്നർ ടാഗ് ആൻഡ് എംപ്റ്റി ടാഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്? കണ്ടെയ്നർ ടാഗ് എന്ന് പറഞ്ഞു കഴിയുമ്പം അതിന് ഒരു സ്റ്റാർട്ടും ഉണ്ടാവും എൻഡും ഉണ്ടാവും. ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ടാഗുകളെയാണ് നമ്മൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുക. ഒരു ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എൻഡിങ് ടാഗും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ലോസിങ് ടാഗും ഉണ്ടാവും. എംപ്റ്റി ടാഗ്സ് എന്ന് പറയുമ്പം ഇതിന് ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ലോസിംഗ് ആയിട്ടൊന്നും ഉണ്ടാവത്തില്ല. ദെൻ നെക്സ്റ്റ് വരുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ക്വിഷ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ 4th ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ് കോപ്പി ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് വെബ് സെർവറിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന സ്ക്രിപ്റ്റുകളായിരിക്കും. ആൻഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ക്ലയൻറ്റ് ബ്രൗസറിലായിരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് ക്ലയൻറ്റ് ആയിരിക്കും ഇതിനകത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളൊരു ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരത്തില്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഇതാണ്. ഇനി ഈ അടിച്ചു കൊടുത്ത പാസ്വേഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നമുക്ക് ലോഡായിട്ട് കിട്ടുന്നുണ്ടാവുക. ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സ്ഥലമാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള വേറൊരു ഡിഫറൻസ് ആണ് ഡിഫറൻഷിയേറ്റ് സ്റ്റാറ്റിക് വെബ് പേജസ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്നുള്ളത്. എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ്? എന്താണ് ഡൈനാമിക് വെബ് പേജ്? എന്താണ് സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് വെബ് പേജുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജുകൾ എന്ന് പറയുക. അതായത് നിങ്ങളിപ്പം ഒരു വെബ്സൈറ്റിൻ്റെ ഹിസ്റ്ററി പേജ് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സെയിം ആയിരിക്കും. എനിക്ക് എങ്ങനെയാണോ ഹിസ്റ്ററി പേജ് കാണുന്നത് ആ സെയിം രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കാണുക. അങ്ങനെയുള്ള കോണ്ടൻറ്റും ലേഔട്ടും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് വെബ് പേജുകളെയാണ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുക. ഡൈനാമിക് വെബ് പേജ് റൺ ടൈമിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങളിപ്പം ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ നിങ്ങളുടെ ഹോം പേജ് പോലെ ആയിരിക്കത്തില്ല എൻ്റെ ഹോം പേജ് ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കത്തില്ല എൻ്റെ ഫീഡ് ഇരിക്കുക. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് നിങ്ങളിപ്പം ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റെഗുലർലി എങ്ങനെയാണോ പർച്ചേസിങ് നടത്തിക്കൊണ്ടിരുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഹോം പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ എങ്ങനെയാണോ പർച്ചേസ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതനുസരിച്ചായിരിക്കും എൻ്റെ ഹോം പേജ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ റൺ ടൈമിനനുസരിച്ച് മാറുന്ന കൈൻഡ് ഓഫ് ആണ് എന്തെന്ന് പറയുന്നത് ഡൈനാമിക് വെബ് പേജുകൾ എന്ന് പറയുക. സ്റ്റാറ്റിക് വെബ് പേജ് ഡേറ്റാ ബേസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതേസമയം ഡൈനാമിക് വെബ് പേജ് ഡേറ്റാബേസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡൈനാമിക് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ സ്റ്റാറ്റിക് വെബ് പേജ് ബ്രൗസറിൽ ഡയറക്റ്റ്ലി റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേസമയം ഡൈനാമിക് വെബ് പേജ് സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. സ്റ്റാറ്റിക് വെബ് പേജസ് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ്, കാരണം അതിൽ ഒരുപാട് ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡൈനാമിക് വെബ് പേജ് എന്ന് പറയുമ്പം അതിന് എക്സ്പെർട്ടൈസ് വേണം, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കിൽസ് ആവശ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റത്തെ നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ഡിഫറൻഷിയേറ്റ് കോൾ ബൈ വാല്യൂ ഫംഗ്ഷൻ ആൻഡ് കോൾ ബൈ റെഫറൻസ് ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഫംഗ്ഷൻ കോളിംഗ് എങ്ങനെയാണെന്നുള്ളതാണിത്. എന്താണ് കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്? കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പം ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഓർഡിനറി വേരിയബിൾസിനെ ആയിരിക്കും യൂസ് ചെയ്യുക. അതേസമയം കോൾ ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയുമ്പം ഇവിടെ റെഫറൻസ് വേരിയബിൾ തന്നെയാണ്, അല്ലെങ്കിൽ റെഫറൻസ് വേരിയബിൾ തന്നെയാണ് ഫോർമൽ വേരിയബിൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ. ഓക്കെ, കോൺസ്റ്റൻസോ അല്ലാന്നുണ്ടെങ്കിൽ വേരിയബിൾസോ അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻസോ ഒക്കെ ആവാം. പക്ഷേ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ വേരിയബിൾസ് മാത്രമായിരിക്കും നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ആക്ച്വൽ പാരാമീറ്ററിൽ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിൽ വരുത്തുന്ന അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ നിങ്ങൾ വരുത്തുന്ന ചേഞ്ചസ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ എവിടെ ബാധിക്കുന്നില്ല? കോൾ ബൈ വാല്യൂ മെത്തേഡിൽ ബാധിക്കുന്നില്ല. അതേസമയം കോൾ ബൈ റെഫറൻസ് മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൽ എന്ത് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഉണ്ടാക്കിയാലും അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്.